എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചങ്ങാതിക്കൂട്ടം എന്നൊരു ചാനലിലെ ഒരു വീഡിയോ കാണാനിടയായി. കൊല്ലം കൊട്ടാരക്കരയുള്ള ഒരമ്മ തനിക്കും തൻ്റെ മകൾക്കും മകളുടെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് നേടേണ്ടി വന്ന ക്രൂരതകളെക്കുറിച്ച് വിവരിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ 10 മാസം മുൻപ് ഇവരുടെ മകളും ഭർത്താവും സഞ്ചരിച്ചിരുന്ന ബൈക്ക് ആക്സിഡൻ്റ് ആവുകയും ഇവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയായിരുന്നു. അതിനെ തുടർന്ന് ഒരുപാട് ചികിത്സ വേണ്ടി വന്നു. അപ്പോൾ ഈ മകള് വീണത് റോഡിൽ തലയിടിച്ചിട്ടാണ്. അപ്പോൾ തലയ്ക്ക് ക്ഷതം സംഭവിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതേ ചങ്ങാതിക്കൂട്ടം തന്നെ ഒരു 3 മാസം മുൻപ് ഇവരുടെ ദുരവസ്ഥ വിവരിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഈ ഭർത്താവ് പറയുന്നുണ്ട്, ഹോസ്പിറ്റലുകാരുടെ തെറ്റുകൊണ്ടാണ് ഈ ഭാര്യ കോമ സ്റ്റേജിലേക്ക് പോകുന്ന ഒരവസ്ഥ വരെ ഉണ്ടായി. കാരണം തലയ്ക്ക് ക്ഷതം സംഭവിച്ചിരുന്നു. ആ ക്ഷതം കാര്യമായിട്ട് അവർ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞരമ്പിന് പറ്റിയ ക്ഷതമാണ് ഈ കോമ സ്റ്റേജിലേക്ക് പോകാനുള്ള അവസ്ഥ ഉണ്ടാക്കിയത്. അതുപോലെ ഇദ്ദേഹത്തിന്റെ കൈയും കാലും ഒക്കെ ഒടിയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഭർത്താവിന്റെ. ഞാൻ ഗൾഫിൽ കിടന്ന് അധ്വാനിച്ച അത്രയും പൈസയും ഉള്ളതും കൈയുള്ളതും ഒക്കെ വിറ്റ് പെറുക്കിയിട്ടാണ് ഇപ്പോൾ ഇത്രയധികം ട്രീറ്റ്മെന്റ് ചെയ്ത്, എന്നിട്ടൊരു ഗുണം ഉണ്ടായില്ല. ഇനി വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ഇപ്പം വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് 3 മാസം അവിടുത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടാണ് ഈ ഭാര്യ കോമ സ്റ്റേജിൽ നിന്ന് റിക്കവറായി വന്നത്. ഇപ്പോൾ കൈയും കാലും ഒക്കെ അനക്കാനും എഴുന്നേറ്റ് നടക്കാനും ഒക്കെ കഴിയുന്നുണ്ട്. പക്ഷേ അവർക്ക് ബുദ്ധിമാന്യം സംഭവിച്ചതുപോലെയാണ്, ഓർമ്മക്കുറവുണ്ട് എന്നാണ് പറയുന്നത്. ഒരവസ്ഥ കണ്ടാൽ നമുക്കറിയാം, അങ്ങനെ ഓർമ്മക്കുറവുള്ള ബുദ്ധിമാന്യം സംഭവിച്ച ഒരാളുടെ ഒരു രീതി തന്നെയാണ്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. അതിനും ട്രീറ്റ്മെന്റ് എടുക്കണം. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ല, നിങ്ങളെ എല്ലാവരും ഞങ്ങളെ ഒന്ന് സഹായിക്കണം. മാക്സിമം ഞാൻ ഇടുന്ന വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. ഇദ്ദേഹത്തിന്റെ അവസ്ഥയും ഭാര്യയുടെ അവസ്ഥയൊക്കെ പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ വീഡിയോ ഇടാറുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളെ സഹായിക്കാൻ കഴിയുന്നവർ സഹായിക്കണം എന്നൊക്കെയാണ് ആദ്യത്തെ വീഡിയോയിൽ, ചങ്ങാതിക്കൂട്ടത്തിന്റെ ആദ്യത്തെ വീഡിയോയിൽ ഈ ഭർത്താവ് പറയുന്നത്. അന്ന് ഭർത്താവും ഈ അനിമോളുടെ അമ്മയുണ്ടായിരുന്നു. അപ്പൊ അമ്മ അന്ന് ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നതൊക്കെ നല്ല അഭിപ്രായങ്ങളാണ് മരുമോനെ കുറിച്ച്. കാരണം നന്നായിട്ടാണ് മകളെ നോക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പൊ എല്ലാവരും ഇദ്ദേഹത്തിന്റെ ദുരവസ്ഥയും നിസ്സഹായതയും കണ്ടിട്ട് സന്മനസ്സുള്ള ഒരുപാട് ആൾക്കാർ ഇദ്ദേഹത്തെ സഹായിച്ചു. ഈ അനിമോളുടെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് ഒരുപാട് പേര് ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള പൈസ തങ്ങളാൽ കഴിയുന്ന രീതിയിൽ അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ആ അമ്മ പറയുന്നത്, ഈ അയച്ചു കൊടുത്തുകൊണ്ടിരുന്ന പൈസയൊന്നും ഈ അനിമോളുടെ ട്രീറ്റ്മെന്റിനായിട്ടല്ല അദ്ദേഹം ചെലവാക്കിയിരുന്നത്. അദ്ദേഹത്തിന്റെ ദൂരത്തിനായിട്ടാണ്, അദ്ദേഹത്തെ ടൂറ് പോകാനായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മറ്റു പല ആവശ്യങ്ങൾക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മകളെ നിരന്തരമായിട്ട് ഉപദ്രവിക്കുകയായിരുന്നു. ഈ ക്യാമറയുടെ മുന്നിൽ കാണുന്ന സ്നേഹമൊന്നും യഥാർത്ഥത്തിൽ ഇല്ല. ക്യാമറ ഓണാക്കി വെക്കുമ്പോൾ മാത്രം അനിമോളെ എന്ന് വിളിച്ച് സ്നേഹിക്കുകയും അത് കഴിഞ്ഞാൽ അതിന്റെ കഴുത്തിന് കുത്തി പിടിക്കുകയും അതിനെ ചീത്ത പറയുകയും അതിനെ നാവ് കടിച്ച് പേടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന, അമ്മയെ ഉപദ്രവിക്കുന്ന, അമ്മയോട് ഇറങ്ങിപ്പോകാൻ പറയുന്ന ഒരു മരുമകനെയാണ് ഇവർ കാണുന്നത്. അപ്പൊ നാട്ടുകാർക്കും, അതായത് ഇദ്ദേഹത്തിന്റെ വീടിന് ചുറ്റുമുള്ള ആളുകൾക്കും ഒക്കെ അറിയാം ഇദ്ദേഹം ഇങ്ങനെ ഇവരോട് ക്രൂരമായി പെരുമാറുന്നതെന്ന്. 2-3 തവണ ഇവർ കേസ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അത് ഒത്തുതീർപ്പായി. പോലീസുകാർ പറഞ്ഞു, ഇനി മേലാലെ ഈ അമ്മയോ മോളെയോ നീ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടാണ് പിന്നെയും ഇവർ ഇയാളുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നത്. ഇയാളുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ വീട് കുറച്ച് ഉള്ളിലോട്ടാണ്, അത്ര റോഡ് സൈഡിലല്ല, ഉള്ളിലോട്ടാണ്. പിന്നെ ഇവരുടെ വീട്ടിലെ അകത്ത് ബാത്റൂം ഇല്ല, പുറത്താണ് ബാത്റൂം ഉള്ളത്. അപ്പൊ രാത്രിയൊക്കെ ഈ പെൺകുട്ടിയും കൊണ്ട് പുറത്തിറങ്ങി പോവുക എന്ന് പറഞ്ഞത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഈ മരുമോന്റെ വീട്ടിൽ ഇവർ കഴിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഓരോ ദിവസം കഴിയും തോറും ഇദ്ദേഹം ഈ പെൺകുട്ടിയുടെ പേരിൽ വരുന്ന പൈസ എടുത്ത് ദൂർത്തടിച്ച് ജീവിക്കുകയും ഇതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റോ മരുന്നോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതിരിക്കുകയും നേരാവണ്ണമുള്ള ഭക്ഷണം കിട്ടാതിരിക്കുകയും ഉപദ്രവവും കൂടി ആയപ്പോഴാണ് സഹി കെട്ടിട്ട് ഇവർ പ്രതികരിച്ചത്. ഇങ്ങനെ ഇവളുടെ പേരിൽ വരുന്ന പൈസ എടുത്ത് ദൂർത്തടിക്കുകയാണ്, ഇവൾക്കൊരു ഉപകാരം അതുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞ് അവർ വീണ്ടും ഈ ചങ്ങാതിക്കൂട്ടത്തിൽ വന്ന് പറയാനുള്ളൊരു കാരണം ഉണ്ടായത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഭർത്താവിനെ ശരിക്കും എന്താണ് പറയേണ്ടത്? നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കുറേ അധികം ആളുകളുണ്ട്. നമ്മൾ കാണുമ്പോൾ എന്താണ്, അയ്യോ ഇത്രയും സുഖമില്ലാതെ ആയിട്ടും ആ ഭാര്യനെ പൊന്നുപോലെ നോക്കുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ സഹായങ്ങളൊക്കെ ചെയ്യുന്നത്. ഉള്ളവരല്ല ചിലപ്പോൾ ഈ സഹായം ചെയ്യുന്നുണ്ടാവുക. അന്നന്നത്തെ വക കണ്ടെത്തുന്ന ആൾക്കാർ അതിൽ നിന്ന് മുറുകി പിടിച്ചിട്ടായിരിക്കും ഈ ഇവരുടെ നിസ്സഹായാവസ്ഥ കണ്ടിട്ട് 100 രൂപയെങ്കിൽ 100 രൂപ സഹായിക്കുന്നത്. പക്ഷെ അതൊക്കെ ഇവന്റെ ദൂരത്തിനായിട്ട് ഉപയോഗിക്കുകയാണ്, ആ ഭാര്യയെ നേരാവണ്ണം നോക്കാതെ. അപ്പോൾ ഇങ്ങനെയുള്ള ദുഷ്ടന്മാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതോ ഫേസ്ബുക്കിലോ മറ്റെല്ലൊക്കെ കാണുന്ന പോലെ ആയിരിക്കില്ല ആളുകൾ. അതിന്റെ പിന്നിലൊക്കെ ഇതുപോലുള്ള പല തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അമ്മ മകളുടെ ജീവൻ ഇനി നഷ്ടപ്പെടരുത്, എനിക്കൊന്നും സംഭവിക്കരുത് എന്നുള്ളത് കൊണ്ട് അവരെ രണ്ടുപേരെയും ജീവൻ വാരി പിടിച്ച് സ്വന്തം വീട്ടിലേക്ക് തന്നെ എന്തൊക്കെ അസൗകര്യം ഉണ്ടെങ്കിലും ശരി സ്വന്തം വീട്ടിൽ കിടന്ന് അനുഭവിക്കുക എന്നുള്ള രീതിയിൽ ആ മകളെയും കൊണ്ട് വരികയുണ്ടായി. എന്നിട്ടാണ്
ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതുപോലുള്ള പുഴുക്കുത്തുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ചാരിറ്റിയുടെ പേരിൽ പല തട്ടിപ്പ് നടത്തുന്ന ആൾക്കാരെ കുറിച്ച് നമുക്കറിയാം. നിസ്സാര കാരണത്തിന്റെ പേര് പറഞ്ഞ് ഓരോരുത്തരുടെ വൈകല്യങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട്, കുടുംബത്തിലുള്ള ആളുകളുടെ വൈകല്യങ്ങളെ അല്ലെങ്കിൽ അയൽവാസിയുടെ വൈകല്യങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ പരിചയക്കാരുടെ വൈകല്യങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പാരസൈറ്റുകളുണ്ട് ഇതുപോലെ നമ്മുടെ സമൂഹത്തിൽ. അവരെയൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ഒരു കയ്യകലത്തിൽ നിർത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മളുടെ സന്മനസ്സാണ് ഒരാളെ സഹായിക്കുക എന്നുള്ളത്. പക്ഷെ ആ സന്മനസ്സിനെ ചൂഷണം ചെയ്യുന്ന ഇത്തരക്കാരെ അകറ്റി നിർത്തുക തന്നെ വേണം. ഇനി അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാൾ പോലും ഈ അക്കൗണ്ടിലേക്ക് പൈസ ഇടരുത്. കാരണം ഈ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ പേരിലുള്ള അക്കൗണ്ട് ആണെങ്കിൽ പോലും ATM കാർഡും GPayയും ഒക്കെ ഇവന്റെ പേരിലാണെന്നാണ് പറയുന്നത്. ഇവന്റെ നമ്പറിലാണ് GPay ഉള്ളത്. അതുപോലെ തന്നെ ATM കാർഡ്, ഈ അക്കൗണ്ടിലെ ATM കാർഡ് ഇവന്റെ കയ്യിലാണ്. ഇവനാണ് ഈ പൈസ മുഴുവനും എടുത്ത് ചെലവാക്കുന്നത്. ഇവർക്ക് അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഈ പെൺകുട്ടിയുടെ അക്കൗണ്ടിലാണ് പൈസ വീണെങ്കിലും ആ പെൺകുട്ടിക്കോ അമ്മയ്ക്കോ അതുകൊണ്ട് ഒരു ഉപകാരമില്ല. അവർ പറയുന്നുണ്ട് 20 പവൻ കൊടുത്തിട്ടാണ് ഈ മകളെ കല്യാണം കഴിപ്പിച്ചത്. ആ 20 പവനും ഇപ്പൊ ഇല്ല. അവരുടെ കയ്യിൽ 1 ഗ്രാം സ്വർണം പോലും ഇല്ല. ഈ മകളെ ഇനി തുടർന്ന് ചികിത്സിക്കണം എന്നുണ്ടെങ്കിൽ 1 രൂപ 1 ഗ്രാം സ്വർണം ഒരു വരുമാനം ഇവർക്കില്ല. ഇവരെ അടുക്കള പണിയൊക്കെ എടുത്ത് ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് അവരെ എങ്ങനെയെങ്കിലുമൊക്കെ ഈ മകളുടെ ട്രീറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇവർ കഴിയുന്നതും. അപ്പൊ ഇനി തുടർന്നും ഇവർക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലൊക്കെ സഹായം കൂടിയേ തീരുള്ളൂ. പക്ഷെ ഈ അക്കൗണ്ടിലേക്ക് ഒരാൾ ഒരു പൈസ പോലും ഇടരുത്. കാരണം ഇങ്ങനെയുള്ളവന്മാർക്ക് തിന്നു കുടിച്ച് ജീവിക്കാനായിട്ടുള്ളതല്ല നല്ല മനസ്സുള്ള കുറെ ആളുകൾ സമ്പാദിച്ച പൈസ, അല്ലെ? അത് എത്തപ്പെടേണ്ട ആളുകളുടെ കയ്യിൽ തന്നെ എത്തണം. അപ്പൊ നമ്മൾ ഓരോരുത്തർക്കും ഓരോ സഹായം ചെയ്യുമ്പോൾ 100 വട്ടം ആലോചിക്കണം. ഇത് നമ്മളെ അർഹിച്ച ആളുകളുടെ കയ്യിൽ തന്നെയാണോ എത്തുന്നത് എന്ന് ഉറപ്പാക്കാൻ നമ്മുടെ നിയമത്തിൽ സംവിധാനം ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത്. കാരണം കുറേ അധികം തട്ടിപ്പുകൾ ഇതിന്റെ പേരിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് സഹായം ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് ഇവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനും കൂടിയുള്ളൊരു സംവിധാനം നമ്മുടെ നിയമത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം.